ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒരു തകർപ്പൻ പെർഫോമൻസ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി അവരുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നുമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഉള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ 14 ജില്ലകളിലേക്കും നമ്മുടെ വിദ്യാർത്ഥികളെ യാത്രയാക്കുവാൻ വേണ്ടി ബ്രില്യൻ സ്റ്റഡി സെന്റർ, ഇതിന്റെ ഒരു 360 ആംഗിൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 100 കണക്കിന് വാഹനങ്ങളാണ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അവരെ കാത്തിരിക്കുന്ന അവരുടെ മാതാപിതാക്കൾക്കും എല്ലാവിധ ക്രിസ്മസ് ആശംസകളും നേരുന്നു. ഇനി എങ്ങനെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ന്യൂ ഇയറിന് എങ്ങനെയാണ് അവർ വരവേൽക്കുന്നത്, അതുപോലെ തന്നെ അതിൽ നമ്മുടെ മോഡൽ എക്സാമിനെ എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ ചോദിച്ചറിയാം. അങ്ങനെ ആലപ്പുഴയിലേക്ക് പോകുന്ന വണ്ടിക്കകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ആലപ്പുഴയിലേക്ക് പോകുന്ന കുട്ടികളാണ് ഇത്. അപ്പം നിങ്ങളോട് ആദ്യം തന്നെ ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു സെലിബ്രേഷൻ? എൻജോയ് ചെയ്തോ? അപ്പൊ 2 ദിവസം നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരുടെ മുഖമൊക്കെ നല്ല സന്തോഷത്തിലിരിക്കുകയാണ്. മോൾക്ക് എന്താ പറയാ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനത്തെ ഒരു സെലിബ്രേഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. ഭയങ്കര ഇനി വീട്ടിലോട്ട് ചെല്ലാനുള്ള ഒരു സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിന് ഒരു ഇരട്ടി മധുരം ആക്കിയ ഒരു സെലിബ്രേഷൻ. അത് തീർച്ചയായും ഇഷ്ടപ്പെട്ടു അല്ലേ? അതെ അതെ, നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും തന്നെ എൻജോയ് ചെയ്തു. അതെ അതെ. ഓക്കെ, മോളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചു. അതായത് ബ്രില്യൻ ഇങ്ങനെ ഒക്കേഷൻ നമുക്ക് ഉണ്ടാക്കി തരുമെന്ന് വിചാരിച്ചില്ല. സോ അങ്ങനെ സെലിബ്രേഷൻ സ്കൂൾ വൈബും 2 വർഷം ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, +1 +2 കോവിഡ് ആയതുകൊണ്ട്. കോവിഡിന്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരം, നല്ലൊരു സെലിബ്രേഷൻ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. സെലിബ്രേഷൻ ഒക്കെ അടിപൊളിയാണ്, സീനായിരുന്നു. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി അപ്പൊ തൃശ്ശൂരിലെ പൊളിപ്പിള്ളാരിലെ വണ്ടിയില് ഓക്കെ. അപ്പൊ തൃശ്ശൂരിലേക്കുള്ള ഇവരുടെ യാത്ര തുടരുകയാണ്. അപ്പൊ ഇവരെ തൃശ്ശൂരിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ ഏക ലേഡി KSRTC ഡ്രൈവറാണ്. ചേച്ചിയുടെ പേര്? ഷീല ചേച്ചി. ഷീല ചേച്ചിക്ക് ഓക്കെ. അപ്പൊ ഷീല ചേച്ചിയാണ് നിങ്ങളെ ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തിക്കുന്നത്. ഷീല ചേച്ചി പവറല്ലേ? വേറിട്ടൊരു അനുഭവം അല്ലേ? ഓക്കെ. അപ്പൊ ഇതിനു മുമ്പ് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ, കുട്ടികളെ കൊണ്ടുള്ള ഒരു യാത്ര തൃശ്ശൂർ? ഉണ്ടായിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, അതിനൊരു സന്തോഷം ഉണ്ട്. ഓക്കെ. അപ്പൊ തൃശ്ശൂർ വരെ ഞങ്ങൾ പിള്ളേരെ വളരെ കരുതലോടുകൂടി മുന്നോട്ട് നീങ്ങിയാലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ചേച്ചിക്ക് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ പോയി ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? ആ സെലിബ്രേഷനോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ മോഡൽ എക്സാമിന് എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത്, അതിന്റെ ടൈം ടേബിളും കാര്യങ്ങളും അത് വീട്ടിൽ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയണം. അപ്പൊ എനിക്ക് പഠിക്കണം, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ? ഫസ്റ്റ് 2-3 ദിവസം എന്തായാലും ഫാമിലി ഫുള്ളായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ എന്തായാലും ഒന്ന് പഠിക്കണമല്ലോ, വേറെ വഴിയില്ല. മോഡൽ എക്സാം ആണ്, നല്ല മാർക്ക് വേണം. സോ ആദ്യത്തെ ഒരു 2 ദിവസം ഒന്ന് ഫ്രീ എടുത്തിട്ട് ബാക്കിയുള്ള 7 ദിവസം പഠിക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് സിൻസിയർ ആയിട്ട് തന്നെ പഠിക്കും ഉറപ്പായിട്ടും. ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും തകർത്തു. ഓക്കെ. അപ്പൊ ഇനി നിങ്ങൾ വീടുകളിലേക്ക് പോവാണ്. എവിടെയാണ് വീട്? തൃശ്ശൂർ, കോഴിക്കോട്, പാലക്കാട്. അപ്പോ വീട്ടിൽ പോയിട്ട് ഇനി പഠിത്തം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നമ്മുടെ മോഡൽ എക്സാമും ഉണ്ട്, ആ കൂടെ നമ്മുടെ ക്രിസ്മസും സെലിബ്രേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് അതിലേക്ക് സെറ്റ് ചെയ്യുന്നത്? അത് 14 മണിക്കൂർ പഠിക്കണം. 14 മണിക്കൂർ പഠിക്കണം. മണിക്കൂർ എത്രയാണ് വരെ കാൽക്കുലേറ്റ് ചെയ്ത് ശരിയാണ്? നന്നായി പഠിക്കണം, ഇനി ട്രൈ ചെയ്യണം, കൂടുതൽ ടൈം വർക്ക് ചെയ്യണം, വീട്ടുകാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, എൻജോയ് ചെയ്യണം, കൂടെ തന്നെ മാർക്ക് വാങ്ങാൻ നോക്കണം. അതെ, വീട്ടിൽ പോയി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഒന്ന് പഠിച്ച് തുടങ്ങണം, ഫ്രഷ് ആയി പഠിക്കണം. അതിപ്പോ പിന്നെ 5 ദിവസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലോട്ട് വരും. എന്നിട്ട് മോഡലിന് വേണ്ടി പഠിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹോസ്റ്റലിൽ വന്നിട്ട് ബാക്ക് ടു ട്രാക്ക് ആകാനാണോ? അല്ല, വീട്ടിൽ പോയിട്ട് പഠിക്കുന്നില്ലേ? വീട്ടിൽ പോയിട്ട് പഠിക്കും, പക്ഷെ ഹോസ്റ്റലിൽ വന്നിട്ട് കുറച്ച് അടിപൊളിയായിട്ട് പഠിക്കും. ഓക്കെ. അപ്പോ നമ്മൾ എവിടെയാണ് സ്ഥലം? നമ്മൾ പാലക്കാട്. ബ്രില്യന്റിലെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു? சூப்பரா இருந்துச்சு. தமிழ்நாட்டுல இந்த மாதிரி பார்த்ததே இல்ல. அது கேரளா புளியா இருக்கு. ஓகே. கேரளாவில் தான் கிறிஸ்மஸ் இப்படி ஆഘോഷமா இருக்கு. இப்படி தான் சூப்பரா இருக்கு. ரொம்ப பிடிச்சிருக்கு. அவ்வளவு சந்தோஷம். வெறித்தனமா இருக்கு. மாசா இருக்கு. ஓகே, நல்லா இருக்கு. சூப்பரா இருக்கு.
എങ്ങനെയുണ്ടായിരുന്നു 2 ദിവസത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ? അടിപൊളിയായിരുന്നു. എനിക്ക് ബ്രില്ലിലെ ഏറ്റവും ബെസ്റ്റ് ഡേയ്സ് ആയിരുന്നു ഈ 2 days എന്ന് പറയുന്നത്. ലൈക്ക് ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഞങ്ങളെല്ലാം ഒരേപോലെ പഠനത്തിനോടൊപ്പം തന്നെ ക്രിസ്മസ് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഞങ്ങൾ സാന്റയൊക്കെ കണ്ടു. വളരെ നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു. അപ്പൊ ഈ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്തായിരുന്നോ? ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. കാരണം ഞങ്ങൾ വിചാരിച്ചു നോക്കി പഠനത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ടൈം, പക്ഷേ ബ്രില്ലിൻ്റെ ആ ഒരു കോർഡിനേഷൻ കാരണം നമുക്ക് ഇതിനു വേണ്ടിയും കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ പറ്റി. പഠനത്തിൻ്റെ ആ ഒരു സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് നല്ല എൻജോയ്മെൻറ്റിലാണ് ഈ 2 days പോയത്. എന്താ പറയുക, ഒരു കോളേജ് ഫീല് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള സെലിബ്രേഷൻസ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ. ഇപ്പം 2 വർഷത്തിന് ശേഷം 10th കഴിഞ്ഞ് ആ ഫെയർവെല്ലിന് മാത്രമേ ഓർമ്മ ഉള്ളൂ. പിന്നെ +1 +2 ഒക്കെ എന്താ പറയുക, ഒരു പേടി സ്വപ്നം പോലെ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പം ഇത്രയും നാളുള്ള സ്ട്രെസ് എല്ലാം കുറയ്ക്കാൻ വളരെ അധികം പ്രയോജനം ചെയ്തു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് സെലിബ്രേഷൻ? തകർത്തോ? അപ്പൊ വീട്ടുകാരൊക്കെ ഒരുപാട് നാൾ കൂടി കാണുന്ന ഒരു സന്തോഷത്തിലാണ്. ആ സന്തോഷം ഈ മുഖത്ത് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ മോളെ എങ്ങനെയാണ് വീട്ടിൽ പോയിട്ട് പഠിത്തവും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്? ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫുൾ പഠിച്ച് കോൺഫിഡന്റ് ആയിട്ടാണ് വരാൻ പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കണം. പ്ലാൻ പോലെ നടന്നാലും നല്ല കാര്യം. ഇപ്പം ഓൾറെഡി നമുക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് ഇവിടെ നിന്ന് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പിന്നെ ബാക്കി വീട്ടിൽ പോയിട്ട് പഠിക്കണം. അതിനുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സാറ് സ്റ്റീഫൻ സാർ ഓൾറെഡി അതിനുള്ള പ്ലാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഹലോ, എന്താ പേര്? നേഹ. നിങ്ങൾ എവിടെയാ പോണേ? കൊല്ലം തന്നെയാ അല്ലേ? ഓക്കെ, അപ്പം 2 ദിവസത്തെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു അല്ലേ? ഹാപ്പി ആയോ? നന്നായിട്ട് ഹാപ്പി ആയോ? ഓക്കെ, ഇനി പോയിട്ട് 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉള്ളൊരു മൈൻഡ് എന്തായിരിക്കും? കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കും വീട്ടിലൊക്കെ പോയിട്ട് വന്ന്. അപ്പം പ്രതീക്ഷിക്കുന്ന കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് നമുക്ക് ഫ്യൂച്ചറിലെ സ്റ്റഡീസ് ഒക്കെ. അപ്പം ഇനി മോഡൽ എക്സാംസ് ഒക്കെ വരികയല്ലേ? അപ്പം മോഡൽ എക്സാംസിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഈ ഒരു എനർജിയോട് കൂടെ തന്നെ കാണിയല്ലേ? കാണും. എന്താ പേര്? ഷൈന. ഓക്കെ, നിങ്ങൾ എവിടെയാ സ്ഥലം? ഞാൻ ആലപ്പുഴയിലാണ്, കോട്ടയം ബസ്സിലാണ് പോകുന്നത്. ഓക്കെ, കൊല്ലം. ട്രിവാൻഡ്രം. 2 ദിവസത്തെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇത്രയും പ്രതീക്ഷിച്ചില്ല വരുമെന്ന്. അതെയോ? മോൾക്ക് എന്ത് തോന്നി? വളരെ ഇഷ്ടപ്പെട്ടു. ഹാപ്പി ആയിരുന്നു അല്ലേ? ഓക്കെ, ഇത്രയൊക്കെ ഈ ഒരു സ്ട്രെസ്സിന്റെ ഇടയിൽ ഇങ്ങനെ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചോ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താ തോന്നിയപ്പോ? അങ്ങനെ അനൗൺസ് ചെയ്തു 1/2 മണിക്കൂറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. എന്നാലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഹാപ്പി ക്രിസ്മസ് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്രിസ്മസ് ആഘോഷമൊക്കെ? അടിപൊളിയായിരുന്നു. പൊരിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇത്ര നാള് ഒന്ന് പഠിത്തവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിന്നിട്ട് ഇപ്പൊ ഒരു ക്രിസ്മസ് ആഘോഷം നിങ്ങൾ പൊളിച്ചില്ലേ? പൊളിച്ചു. സൂപ്പർ ആയിരുന്നു. ഇതിനിടയ്ക്ക് മോഡൽ എക്സാം എങ്ങനെ സെറ്റ് ചെയ്യും? മോഡൽ എക്സാം നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ 2 ദിവസമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ബാക്കി എല്ലാ ദിവസവും നമ്മൾ ഇരുന്ന് പഠിക്കുക നല്ലോണം. അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ട്രൈ ചെയ്യും. പിന്നെ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നീറ്റ് എക്സാം ആണല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കും. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം റൂട്ടിലേക്ക് പോകുന്ന ബസ്സിനകത്താണ്. അപ്പൊ നമുക്ക് ഈ കുട്ടികളോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് സെലിബ്രേഷൻ? ഓക്കെ, അപ്പം എല്ലാവരും ഹാപ്പിയാണ്, അടിച്ചു പൊളിച്ചു. അവരുടെ ഒരു 2 ദിവസത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ എ ബ്ലോക്കിലും ഉണ്ടായിരുന്നു, ഡി ബ്ലോക്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ 2 ക്രിസ്മസ് സെലിബ്രേഷനും ഇവരെല്ലാവരും എൻജോയ് ചെയ്തെന്നാണ് പറഞ്ഞത്. നമുക്ക് കൂടുതലായിട്ട് ചോദിക്കാം. ഹായ് മോളെ, എന്താ പേര്? അക്ഷതയും. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു സെലിബ്രേഷൻ? അടിപൊളിയായിരുന്നു. എന്താണ് മോളുടെ എക്സ്പീരിയൻസ്? എന്താണ്? കാരണം എക്സാമിന്റെ ആ ഒരു സ്ട്രെസ്സിൽ നിന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നില്ല. ഇനി അടുത്ത മോഡലാണല്ലോ, അപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം ഒരു ചെറിയ സന്തോഷം. പക്ഷെ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഹാപ്പിയാ അല്ലേ? നല്ല ഹാപ്പി. എന്താ മോളുടെ പേര്? ഐശ്വര്യ. ഐശ്വര്യ. തിരുവനന്തപുരത്ത് എവിടെയാ? തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു 2 ദിവസത്തെ സെലിബ്രേഷൻ? അടിപൊളിയായിരുന്നു. ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും കിടില സെലിബ്രേഷൻ കിട്ടുന്നു. കാരണം ഇത്രയും ദിവസം പഠിത്തം ആ ഒരു ഇത് മാത്രമായിരുന്നു. പക്ഷെ വേഗം ഇത്രയും കിടില ഒരു സെലിബ്രേഷൻ കിട്ടിയപ്പോൾ സന്തോഷമായി. സത്യം പറയാം, സ്ട്രെസ് റിലീഫ് ആയിരുന്നോ? അത് പറയാതിരിക്കാൻ പറ്റില്ല. എക്സ്ട്രീം ആയിരുന്നു. എക്സ്ട്രീം. അതെ. അപ്പൊ എൻജോയ് ചെയ്തു. ക്ലാസ്സിൽ എൻജോയ് ചെയ്തോന്ന് ചെയ്ത്
തകർത്തു. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എല്ലാവർക്കും സന്തോഷമായിരുന്നു. എല്ലാവർക്കും സന്തോഷം. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും കിടിലായിട്ട് ഒരു സെലിബ്രേഷൻ കിട്ടുന്നു. കാരണം ഇത്രയും ദിവസം ഇനി വീട്ടിൽ പോയി പഠിക്കണം ആ ഒരു ഇതാണ്. പക്ഷെ അതിനു മുമ്പ് ഏറ്റവും നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന അത്രയും സന്തോഷിപ്പിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വീഴുന്നത്. അതിന്റെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അത്ര ഹാപ്പിയാണ്. പിന്നല്ല. ബ്രില്യന്റിന്റെ ക്രിസ്മസ് എന്ന് പറയുന്നത് സൂപ്പർ ആയിരുന്നു. നല്ല പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ നല്ല രസമായിരുന്നു അവിടെ എല്ലാം. പാട്ട് എല്ലാവരും ഡാൻസും മിസ്സുമാരും സാറുമാരും എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും അടിച്ചുകൊടുത്തായിരുന്നു. നിങ്ങൾ ആ വൈബ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? ഇനി സ്വാഭാവികമായിട്ട് വീട്ടിൽ പോവാണ്, ക്രിസ്മസ് ആണ്. അപ്പൊ വീട്ടിലെല്ലാവരും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നിങ്ങളെ കാണുന്നത്. കൂടാതെ ഇവിടെ ആ സമയത്ത് ക്രിസ്മസ് കഴിഞ്ഞ് വരുമ്പോൾ മോഡൽ എക്സാം ആണ്. സോ അതനുസരിച്ച് നിങ്ങൾ പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പ്ലാൻ? ഇനി പോയിട്ട് ലൈക്ക് പഠനത്തോടൊപ്പം ക്രിസ്മസ് അതൊക്കെ എൻജോയ് ചെയ്തിട്ട് വരാനാണ് പ്ലാൻ. പഠനത്തോടൊപ്പം എങ്ങനെയാണ് പഠനത്തെ സെറ്റ് ചെയ്യുന്നത്? ടൈം കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇവിടുത്തെ ഒരു ടൈം ടേബിൾ ഉണ്ട്, എന്നാലും നമ്മൾ സെൽഫ് ആയിട്ടുള്ള എഫോർട്ട് കൂടെ അതിന്റെ വലിയൊരു ഘടകമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? അതിപ്പോ വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കാണണം. പിന്നെ വരുന്ന മോഡലിന് എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കണം. അപ്പൊ ബ്രില്യന്റിന്റെ മോഡൽ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് എഴുതും. അതെ, സമയം ഒട്ടും കളയില്ല. എൻജോയ് ചെയ്യേണ്ട സമയം മാക്സിമം എൻജോയ് ചെയ്യും വീട്ടിൽ പോയിട്ട്. ഓക്കെ, അപ്പൊ എല്ലാ രീതിയിലും വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഇതേ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് നമ്മൾ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മാവേലിക്കര കൊല്ലം റൂട്ടിലേക്ക് പോകുന്ന ബസ്സിനകത്താണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് സെലിബ്രേഷൻ? അടിപൊളിയായിരുന്നു. 2 ദിവസത്തെ സെലിബ്രേഷൻ എല്ലാവരും എൻജോയ് ചെയ്തോ? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബ്രില്യൻ്റ് പോലുള്ള സ്ഥാപനത്തിൽ വന്നിരുന്ന് പഠിക്കാനും അതുപോലെ തന്നെ ഹോസ്റ്റലിലെ ജീവിതമൊക്കെ ആദ്യമായിട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല ഗംഭീരമായി തന്നെ ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു. ഇപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ എല്ലാവരും കാത്തിരിക്കുകയാണ്. നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബ്രില്യൻറ്റിൽ വന്ന് പഠിച്ചുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള രീതി തന്നെ മനസ്സിലായത്. മറ്റേ എന്തൊക്കെയോ ഒക്കെ പഠിച്ചു കൂട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എങ്ങനെയാണ് നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വന്നതെന്നൊക്കെ മനസ്സിലായത്. ബ്രില്യൻറ്റിൽ ഈ ഒരു ജീവിതമാണ് എന്നെ മനസ്സിലാക്കി തന്നത്. വളരെ സന്തോഷമുണ്ട് ബ്രില്യൻറ്റിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. അപ്പൊ നമ്മുടെ ബ്രില്യന്റിലെ ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ്. ഈ ബസ് എങ്ങോട്ടാ? അപ്പൊ കോഴിക്കോടിലെ തകർപ്പൻ പിള്ളേരാണ് ഇവിടെ ഇരിക്കുന്നത്. ബ്രില്യന്റിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു, ഒന്നും പറയാനില്ല. നല്ല ഫാന്റാസ്റ്റിക് സെലിബ്രേഷൻ ആയിരുന്നു. അപ്പൊ മോഡൽ എക്സാമിനൊക്കെ എല്ലാവരും വീട്ടിൽ പോയി ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യുമോ? സമയം ഒട്ടും കളയത്തില്ല, വളരെ കോൺഫിഡന്റ് ആണ്. തിരികെ അതേ കോൺഫിഡൻസോട് കൂടി തന്നെ ബ്രില്യന്റിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം കേരളത്തിൻ്റെ 14 ജില്ലകളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നിങ്ങളെല്ലാവരും കണ്ടിരുന്നു, അതിരാവിലെ തുടങ്ങിയ പ്രോസസ്സാണിത്. ഇതാ ഇപ്പോൾ സമയം 8 മണി ആയിരിക്കുകയാണ്. ഈ വണ്ടികളെല്ലാം ഏകദേശം നല്ല ദൂരത്തേക്ക് തന്നെ പോകാനുള്ളതാണ്. കണ്ണൂർ, കാസർഗോഡ്, മാനന്തവാടി, കൽപ്പറ്റ, അങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം അതിരാവിലെ തന്നെ അവരുടെ വീടുകളിലേക്ക് എത്തും. സോ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അതോടൊപ്പം തന്നെ അവർ നമ്മുടെ മോഡൽ എക്സാമുകൾക്ക് വേണ്ടി വീട്ടിൽ പോയി തയ്യാറെടുക്കും. അപ്പം ബ്രില്യൻറ്റ് എല്ലാവിധ സന്തോഷത്തോടു കൂടിയും തന്നെയാണ് അവരെ ബ്രില്യൻറ്റിൽ നിന്ന് ഈ ഒരു 10 ദിവസത്തെ അവധിക്കാലത്തേക്ക് അവരെ യാത്രയായിരിക്കുന്നത്. തിരിച്ചും അതേ സന്തോഷത്തോടു കൂടി തന്നെ വരവേൽക്കാൻ ടീം ബ്രില്യൻറ്റ് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു.